മന്ത്രിപദത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് വിപ്ലവകരമായ ഉത്തരവിറക്കി കെ രാധാകൃഷ്ണൻ. സംസ്ഥാനത്ത് കോളനി എന്ന പദം എടുത്തു കളഞ്ഞ ഉത്തരവായി. പലയിടത്തും കോളനി പരാമർശമുണ്ട്. ഇതിൽ പലർക്കും അപകർഷതാബോധവുമുണ്ട്. പാർപ്പിട പദ്ധതികൾക്ക് കോളനി എന്ന പേര് ഒഴിവാക്കുമെന്നും കെ രാധാകൃഷ്ണൻ. നിലവിലുള്ള വ്യക്തികളുടെ പേരിലുള്ള പ്രദേശമുണ്ടല്ലോ, അതുപോലെ തുടരും. പക്ഷെ കോളനി ആവില്ല, കോളനി മാറ്റും. ഏതെല്ലാം വ്യക്തികളുടെ പേരിൽ കോളനി ആയിട്ട് അറിയപ്പെടുന്ന ആ കോളനി എന്നുള്ളത് പോവും. എന്നാൽ ആ വ്യക്തിയുടെ പേരിന്റെ കഴിഞ്ഞു കഴിഞ്ഞുള്ള കോളനിക്ക് പകരം ഒരു പേര് അവർ കണ്ടെത്തണം. കെ രാധാകൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഡൽഹിയിലേക്ക് പാർലമെന്റിലേക്ക് പോവുകയാണ്. ആ യാത്രയ്ക്ക് മുൻപ് മനോഹരമായ വിപ്ലവകരമായ ധീരമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട്, എന്തുകൊണ്ടും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പടിയിറക്കം. കോളനി എന്ന വാക്ക് സംസ്ഥാനത്ത് ഇനി ഉണ്ടാകില്ല. ആ പദം എടുത്തു കളഞ്ഞ ഉത്തരവ് ഇറക്കിയിട്ടാണ് കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുന്നത്. പാർപ്പിട പദ്ധതികൾക്ക് നമുക്കറിയാം, അതിപ്പോൾ സർക്കാരിന്റെ ആണെങ്കിലും ശരി, അല്ലാത്ത പദ്ധതികളാണെങ്കിലും ശരി, പലപ്പോഴും നമ്മൾ കോളനി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അത് എടുത്തു കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ശ്രീ MN കാരശ്ശേരി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. മാഷെ, ഇപ്പം കെ രാധാകൃഷ്ണൻ പോവുകയാണ് ഡൽഹിയിലേക്ക്. പക്ഷെ അതിനു മുൻപാണ് ഇങ്ങനെ വിപ്ലവകരമായ ഒരു തീരുമാനം. അതായത് കോളനി എന്നൊരു പദം ഇനി സംസ്ഥാനത്തില്ല. അപകർഷതാബോധം ഉണ്ടാക്കുന്നുണ്ട് പലരിലും ഈ ഒരു വാക്ക്. അതുകൊണ്ട് അത് എടുത്തു കളയുന്നു. എത്ര മനോഹരമായ ഒരു തീരുമാനമാണ്. കാരശ്ശേരി മാഷിക്ക് കേൾക്കാമോ? മാഷിന് കേൾക്കാമോ ഞാൻ പറയുന്നത്? ഹലോ, മാഷ് കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞു കേൾക്കാണ്ടോ? ഇല്ല, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേട്ടില്ല. ഒന്നുകൂടി പറയാൻ പറ്റുമോ? എങ്ങനെ? നേരത്തെ മാഷ് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ടായില്ല. ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? നിങ്ങളുടെ ചോദ്യം ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞത്, ഇപ്പം നമുക്കറിയാം കെ രാധാകൃഷ്ണൻ ഡൽഹിയിലേക്ക് പാർലമെന്റിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന് മുൻപ് എടുത്ത ഈ ഒരു തീരുമാനം, അതായത് കോളനി എന്നൊരു പദം അത് സംസ്ഥാനത്ത് ഇനി ഉണ്ടാകില്ല, വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ്. ഹലോ, എനിക്ക് തോന്നുന്നത് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഞാൻ പറയുന്ന സാറിന് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഒരുപക്ഷെ കുറച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാം. എന്തായാലും നിയമസഭയിൽ നിന്ന്, സംസ്ഥാനത്ത് നിന്ന് ഡൽഹിയിലേക്ക് പാർലമെന്റിലേക്ക് പോകുമ്പോൾ ആ പടിയിറക്കം ഇത്രയും മനോഹരമായ ഒരു ഉചിതമായ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ്. എന്തുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം ജയിച്ചു എന്നുള്ളതിന് കൂടി ഒരു ഉത്തരം. ഒരുപക്ഷെ എന്തുകൊണ്ട് ആലത്തൂരുകാർ അദ്ദേഹത്തിനെ രാധേട്ട എന്ന് വിളിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിന്റെ കൂടി ഒരു തെളിവാണ് അദ്ദേഹം പടിയിറങ്ങുമ്പോൾ എടുക്കുന്ന ഈ വിപ്ലവകരമായ ഒരു തീരുമാനം, ഈ ഒരു ഉത്തരവ്. മന്ത്രിസ്ഥാനം അദ്ദേഹം രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജി. അല്പസമയം മുൻപാണ് സ്പീക്കർ AN ഷംസീറിന്റെ ചേംബറിലെത്തി MLA സ്ഥാനം രാജിവെച്ചത്. ശ്രീ MN കാരശ്ശേരി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. കാരശ്ശേരി മാഷ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുണ്ടോ? ശരി, ഞാൻ ചോദിച്ചത് ഇപ്പം ഇതറിഞ്ഞിരുന്നോ? ഇപ്പം ഈ സംസ്ഥാനത്ത് ഈ കോളനി എന്ന പദം എടുത്തു കളയാനുള്ള ഒരു തീരുമാനം കെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ലാസ്റ്റ് എടുത്തൊരു തീരുമാനം അതാണ്. അത് അറിഞ്ഞിരുന്നോ? ഹലോ, പറഞ്ഞോളൂ മാഷേ. ഹലോ, ശരി, അത് മാഷ് പറയണത് എനിക്കും ഞാൻ പറഞ്ഞ മാഷിനും കേൾക്കാൻ കഴിയുന്നില്ല. അത് സാങ്കേതിക പ്രശ്നം അല്ലെങ്കിൽ റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. എന്തായാലും കെ രാധാകൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പാർലമെന്റിലേക്ക് പോവുകയാണ്, ഡൽഹിയിലേക്ക് പോവുകയാണ്. അതിനു മുൻപാണ് ഈ വിപ്ലവകരമായ തീരുമാനമെടുത്തത്. അമൽ തേനമ്പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വളരെ പ്രശംസനീയമായ ഒരു തീരുമാനം, ഒരു ഉത്തരവ് എടുത്തുകൊണ്ടാണ് പടിയിറക്കം.